പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചേനപ്പൂവ് കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് വെള്ളപ്പയർ ഇടാം. ഞങ്ങൾ ഇവിടേക്ക് വെള്ളപ്പയർ എന്നാണ് പറയാറ്. നിങ്ങളെന്താണ് പറയാന്ന് പറഞ്ഞു തരണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിൽ 2 വിസിൽ വരുന്നവരെ ഒന്നാവട്ടെ. ഇത് പാഴണോട്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഉള്ളി നോക്കി വെച്ചാണ്, കഴുകി വെച്ചാണ്. ഇത് നമ്മൾ ചേനപ്പൂവ് നോക്കി വെച്ചാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മളിതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി വറുത്ത് വെച്ചാണ്, കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് ഞാനിത് കല്ലുപ്പാണ് ഇടുന്നത്. പുളി ഇടാത്ത കൂട്ടാനായത് കാരണം കുറച്ച് ഉപ്പ് ഇടണുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊന്ന് വേവട്ടെ, ഒരു 3 വിസിലാവട്ടെ. പാഴണോട്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഇതിലത്തെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം. നല്ലോണം ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇനി നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളപ്പയർ ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവും, ഇല്ലെങ്കിൽ ഒരുപാട് സമയം വരും. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് ഇടാം. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇടുമെങ്കിൽ അല്ലെങ്കിൽ 4 സ്പൂണ് മല്ലിപ്പൊടി ഇടും. തിളക്കട്ടെ ഒന്ന്.
അതായണമെങ്കിൽ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് വെക്കാം. ഇനി നമുക്കിത് വറുത്തിട്ട് വെക്കാം കേട്ടോ. കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടാനിപ്പോൾ ആഴണം. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ഒഴിച്ചേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.